നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾ അടുത്ത ഡിഗ്രി ലെവലുകാർ നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 13ാമത്തെ ചോദ്യവും 14ാമത്തെ ചോദ്യം 15ാമത്തെ ചോദ്യം. ഇത് ഇത്രയാണ് കേട്ടോ. ഇത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് എക്കണോമിക്സിന്റെ പോർഷനിൽ നിന്നാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെ ലെവലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്ന്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സെറ്റ് ഓർ സെറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ദ ചെയർമാൻ ഓഫ് ദി ഏഴ്സ്വൈൽ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആരാ ചോദിച്ചിരിക്കുന്നത്? ചെയർമാനെയാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻമാരുടെ ലിസ്റ്റ് ഈ തന്നിരിക്കുന്നതിൽ അടങ്ങിയിട്ടുള്ള സെറ്റുകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി പോയൊരു ചോദ്യമാണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. CM ത്രിവേദി, DR ഗാഡ്ഗിൽ, C രംഗരാജൻ, ഗുൽസാർലാൽ നന്ദ, പ്രണബ് മുഖർജി, മാധവ് സിംഗ് സോളങ്കി, ജവന്ത് സിംഗ്, KC പന്ത്, മൊണ്ടേങ് സിംഗ് അലുവാലിയ, YV റെഡ്ഡി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്. അപ്പൊ ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് രണ്ടുപേരൊക്കെ വരുന്നുണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻമാരായിട്ടുള്ളവരുടെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരെയാണ്? ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷന്മാരെ ആ ഒരു സെറ്റ് തിരഞ്ഞെടുക്കാനാണ്. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആസൂത്രണ കമ്മീഷന്റെ ഡേറ്റ് ഒക്കെ പഠിക്കാറുണ്ട്. 1950 മാർച്ച് 15 നിലവിൽ വന്നു. പ്ലാനിംഗ് കമ്മീഷന്റെ എന്തൊക്കെയാണ് ചുമതല? ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു, ആരൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്? മെമ്പേഴ്സിനെ നമ്മൾ പറയാറുണ്ട്, PC മഹൽനോബിസ്, VKRV റാവു, KN രാജൻ എന്നൊക്കെ പഠിച്ചു വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്തും കൂടെ പഠിക്കണം, ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ ലിസ്റ്റും കൂടെ പഠിക്കണം. അധ്യക്ഷന്മാരുടെ ലിസ്റ്റ്, അധ്യക്ഷന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് അങ്ങ് പഠിച്ചാൽ മതി, അതെല്ലാം പഠിക്കണം. അതിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ വന്നതെന്ന് പഠിക്കണം. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം പറയാം. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്ന വർഷം 1950 ആണ്. എന്നാണ് ഡേറ്റ്? മാർച്ച് 15 ആണ്. എല്ലാവർക്കും അറിയാം, മാർച്ച് 15 ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു? ഫോർമുലേറ്റിംഗ് 5-year പ്ലാൻ അല്ലെ? രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ഫോർമുലേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? എക്കണോമിക് ഡെവലപ്മെന്റ് രാജ്യത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സാമ്പത്തികമായിട്ട് രാജ്യം തകർന്നിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷത്തേക്ക് നമ്മളൊരു പ്ലാനിംഗ് നടത്തുന്നു അല്ലെ? അത് ഫോർമുലേറ്റ് ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ ആയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷനെ കൊണ്ടുവന്നത്. ഇറ്റ് സെർവ്ഡ് ആസ് എ സെൻട്രൽ പ്ലാനിംഗ് ബോഡി ദാറ്റ് കോർഡിനേറ്റഡ് ആൻഡ് അസസ്ഡ് വേരിയസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ പോളിസീസ്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതുവഴി എന്തൊക്കെയുണ്ട്? നമ്മുടെ പോവർട്ടിയെ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ നിരോധനം ഇതൊക്കെ കൊണ്ടുവരിക അല്ലെ? വേരിയസ് എക്കണോമിക് സോഷ്യൽ പോളിസീസിനെ കോർഡിനേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അസസ് ചെയ്യുക. ഇതൊക്കെ ആരുടെ ജോലിയാണ്? പ്ലാനിംഗ് കമ്മീഷന്റെ ജോലിയായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനകത്ത് ആരൊക്കെയാ ഉള്ളത്? ചെയർമാൻ ഉണ്ട്. ചെയർമാൻ എന്ന് പറയുന്നത് യൂഷ്വലി ആരായിരിക്കും? ആ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഇതിനകത്ത് അല്ലെ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. എക്കണോമിസ്റ്റുകൾ ഉണ്ടായിരിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് അറിവുള്ള എക്കണോമിസ്റ്റുകൾ ഉണ്ട്, എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും, പല ഫീൽഡിൽ നിന്നുള്ളവര്. ഇവരൊക്കെ കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി നമ്മൾ പറഞ്ഞു എന്താണ്? ഇവര് പ്ലാൻ ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു, അതുപോലെ വേരിയസ് സെക്ടേഴ്സിനെ പറ്റി പഠിക്കുന്നു, അത് ടാർഗറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആരുടെ ജോലിയായിരുന്നു? ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ജോലിയായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആഫ്റ്റർ ദ 12th 5-year പ്ലാൻ 2012 2017 വരെ ആയിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. അതോട് കൂടിയിട്ട് നമ്മൾ എന്ത് നിർത്തി? ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിർത്തിയിട്ട് അവിടെ പുതിയൊരു ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ പേരാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? ലോങ് ടേം പ്ലാനിംഗ് ആണ് അല്ലെ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് ആൻഡ് ലോങ് ടേം പ്ലാനിംഗ് എന്ന് പറയുന്നതാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണില്ല കേൾക്കുന്നതിനകത്ത്. പിന്നെ ഓർത്ത് വെക്കേണ്ടത്, ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മെമ്പേഴ്സിന്റെ പേര് ചിലപ്പോൾ ചോദിക്കാം. PC മഹൽനോബിസ്, VKRV റാവു, KN രാജൻ. ഇത്രയും പ്രമുഖരും കൂടെ, എക്കണോമിസ്റ്റുകളും കൂടെ ആരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു 1951
ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ പ്രവർത്തിച്ചവരായിരുന്നു. ഇനി നമുക്ക് നോക്കാം ലിസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. ആരൊക്കെയായിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻമാരായിട്ട് വന്നിട്ടുള്ളവരെന്ന് നോക്കാം. നമുക്ക് ഇനി മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഇത് പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന പല പേരുകളും ത്രിവേദി ആയിക്കോട്ടെ, ഗാഡ്ഗിൽ ആയിക്കോട്ടെ, ഗുൽസാർലാൽ നന്ദ ആയിക്കോട്ടെ, പ്രണബ് മുഖർജി ആയിക്കോട്ടെ, മൊണ്ടേക് സിംഗ് അലുവാലിയ ആയിക്കോട്ടെ, നരസിംഹറാവു, മൻമോഹൻ സിംഗ്, ഇവരെല്ലാം തന്നെ ഡെപ്യൂട്ടി ചെയർമാൻമാരായിരുന്നു. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ പേരും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാർലാൽ നന്ദയായിരുന്നു. അതും സ്ഥിരം ചോദ്യം. ഏറ്റവും അവസാനം ആരാണെന്നും ചോദിക്കാം. ഏറ്റവും അവസാനം മൊണ്ടേക് സിംഗ് അലുവാലിയ ആയിരുന്നു, അതും ചോദിക്കാം. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഗുൽസാർലാൽ നന്ദയായിരുന്നു. അപ്പൊ 2 ചോദ്യങ്ങൾ വരും. ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാനും ചോദിക്കും, അവസാനത്തതും ചോദിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഗുൽസാർലാൽ നന്ദ ആദ്യത്തത്, അവസാനത്തത് മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി അതിനുശേഷം വന്ന ആൾക്കാരുടെ പേരും കൂടെ ഓർത്തിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റൂ. BT കൃഷ്ണമാചാരി, CM ത്രിവേദി. ഇപ്പൊ പേരിനകത്ത് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ട്, CM ത്രിവേദി, അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു. അതുപോലെ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ, നമ്മുടെ ചോദ്യത്തിനകത്ത് വന്നിട്ടുണ്ട്, ഗാഡ്ഗിലിന്റെ പേര് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആണല്ലോ. DR ഗാഡ്ഗിൽ, അതാണ് ഇവിടെ ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ. ദെൻ PN ഹക്സർ, DT ലെഗ്ഡാവാല, ND തിവാരി, ശങ്കര റാവു ചവാൻ, പ്രകാശ് ചന്ദ്ര സേഠി, PV നരസിംഹറാവു ഉണ്ട് കേട്ടോ. PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിന് ശേഷമാണ് മൻമോഹൻ സിംഗ്, P ശിവശങ്കർ, മാധവ് സിംഗ് സോലാങ്കി, രാമകൃഷ്ണ ഹെഗ്ഡെ, മധു ദന്തവാദെ, മോഹൻ ധാരിയ, പ്രണബ് മുഖർജി, മധു ദന്താവതെ, ജസ്വന്ത് സിംഗ്, KC പന്ത്, അതുപോലെ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നവര്. ജസ്റ്റ് ഒന്നും കൂടെ നോക്കിക്കോ, ഫസ്റ്റ് വൺ, ലാസ്റ്റ് വൺ. പിന്നെ ഈ പേരുകളൊന്നും അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട പേര് കൃഷ്ണമാചാരി, ത്രിവേദി പഠിച്ചു വെക്കുക, ഗാഡ്ഗിൽ പഠിച്ചു വെക്കുക, തിവാരി, ND തിവാരി ചോദിക്കാൻ സാധ്യതയുണ്ട്, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്, അതുപോലെ രാമകൃഷ്ണ ഹെഗ്ഡെ, അതുപോലെ മോഹൻ ധാരിയ, പ്രണബ് മുഖർജി, ജസ്വന്ത് സിംഗ്, KC പന്ത്, മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇതുപോലുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ഒക്കെ തരുവാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പറയുന്നത്. അപ്പൊ ഇനി പേര് കേട്ട് കഴിഞ്ഞാൽ അതും കൂടെ ഓർത്തോണം. നമ്മൾ ഈ ആസൂത്രണ കമ്മീഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് പഠിച്ച് നിർത്തരുത്. ഇനി ചോദ്യങ്ങൾ ഇങ്ങനെയും വരാം. ഓക്കെ, അതുകൂടെ പഠിക്കാം. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ലിസ്റ്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനും കൂടെ നമുക്കത് നോക്കി പോവാം. ജവഹർലാൽ നെഹ്റു ആണ് 1950 അല്ലെ, 1950 ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. അതിനുശേഷം ഗുൽസാർലാൽ നന്ദ ആയിരുന്നു. ഗുൽസാർലാൽ നന്ദ. അതിന് മുമ്പ് ഇവിടെ ഓർത്തു വെച്ചേക്ക, ഗുൽസാർലാൽ നന്ദ ആയിരുന്നു ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹം രണ്ടാമത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആണ് 67 മുതൽ 69 വരെ. പിന്നെ DP ധർ 69 മുതൽ 1971 വരെ. യശ്വന്ത് റാവു ചവാൻ 1971 മുതൽ 77 വരെ. ദുർഗാഭായ് ദേശ്മുഖ്, CD ദേശ്മുഖ് ആണ് 1977 മുതൽ 1980 വരെ. C സുബ്രഹ്മണ്യം 1980 മുതൽ 82 വരെ. പ്രണബ് മുഖർജി 1982 മുതൽ 84 വരെ. രാജീവ് ഗാന്ധി 84 മുതൽ 89 വരെ. VP സിംഗ് 89 മുതൽ 90 വരെ. PV നരസിംഹറാവു 90, 91. മൻമോഹൻ സിംഗ് 91, 96. ഇന്ദർ കുമാർ ഗുജറാൾ 97, 98. അടൽ ബിഹാരി വാജ്പേയി 98, 2004. മൻമോഹൻ സിംഗ് 2004, 2014. ഏറ്റവും അവസാനം നരേന്ദ്രമോദി 2014, 2015. ഇത്രയുമാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻമാരുടെ ലിസ്റ്റ്. അപ്പൊ പലതും ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സുബ്രഹ്മണ്യത്തിന്റെയും അതുപോലെ പ്രണബ് മുഖർജി ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അവിടെ തിരിഞ്ഞു പോകരുത്. പലരും വിചാരിക്കും പ്രധാനമന്ത്രിമാര് മാത്രമാണല്ലോ എന്നുള്ള ചിന്ത വന്നു പോകരുത്. ചില വ്യത്യാസങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്? ഒന്ന്, ബാലൻസ്ഡ് ആൻഡ് ഇക്വിറ്റബിൾ എക്കണോമിക് ഗ്രോത്ത് ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ബാലൻസ്ഡ് ആയിരിക്കണം, അതുപോലെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് വേണം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. 2, എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ. എവിടൊക്കെ എന്തൊക്കെ റിസോഴ്സസ് ആണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക.
അതുപോലെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, തൊഴിലൊക്കെ ജനറേറ്റ് ചെയ്യുക, പോവർട്ടിയെ ഇല്ലാതാക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കി വെക്കണം. ഇനിയുള്ള എക്സാംസിന് ചിലപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആയിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തെറ്റിപ്പോകരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്വസ്റ്റ്യന്റെ ആ ഒരു രീതി മനസ്സിലാക്കി ഇനി തൊട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സ്, NADT എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട IAS, IRS, IPS പോലെയുള്ള പരീക്ഷകളുണ്ടല്ലോ. അല്ലാതെ IRS, ഇന്ത്യൻ റവന്യൂ സർവീസ് പാസ്സായിട്ടുള്ള ആൾക്കാരെ ട്രെയിനിങ്ങിന് വിടുന്നത് എവിടേക്കാണ്? ഈ നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സസിലേക്കാണ്. IRS ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു 4 മാസത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ആ ഫൗണ്ടേഷൻ കോഴ്സിന് ഇവരെ വിടുന്നത് നാഗ്പൂരിലുള്ള, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സസിലേക്കാണ്. സോ എവിടെയാണ് ഈ NADT, നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സ്? ഓപ്ഷൻ A, നാഗ്പൂരിലാണ്. ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ചോദ്യം 15 ആണ്. എക്സ്പ്ലിസിറ്റ് ഡ്യൂട്ടീസ് ഓഫ് RBI ആസ് പെർ ദ പ്രിയാമ്പിൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അറിയാലോ. അതിന്റെ പ്രിയാമ്പിളിൽ പറയുന്ന RBIയുടെ ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് കുറച്ചുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണെന്നാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്. ഇല്ലാത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചുമതലകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. ഇതിനകത്ത് ഒരെണ്ണം ഉൾപ്പെട്ടിട്ടില്ലാത്തതാണ്. അത് തിരിച്ചറിഞ്ഞ് എഴുതുക. ഒന്ന്, ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കുക, പണത്തിന്റെ സ്ഥിരത, ഡെപ്പോസിറ്ററുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് തന്നെ ആൻസർ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാവേ. അതൊന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നോക്കാം. പ്രിയാമ്പിൾ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രിയാമ്പിളിന്റെ അകത്ത് പ്രധാനമായിട്ടും എന്താ പറയുന്നത്? മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പർപ്പസ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. RBIയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സും പർപ്പസും ആണ് പറയുന്നത്. While the explicit duties and functions of the RBI are detailed in various sections of. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് സെക്ഷൻസിനകത്ത് പലതരത്തിൽ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രിയാമ്പിളിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക്, അതാണ് നമുക്ക് വേണ്ടത്. ആ ലുക്കിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. Regulate the issue of bank notes and keeping of reserve with a view to securing monetary stability in India, generally to operate the currency and credit system of the country to its advantage. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള മൊത്തം ആൻസറും ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു. റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്, കീപ്പിംഗ് റിസർവ്, മോണിറ്ററി സ്റ്റെബിലിറ്റി, അതുപോലെ ഓപ്പറേറ്റ് ദ കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഇപ്പൊ ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെ ഇതെല്ലാം വന്നു അല്ലെ. റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ്, കീപ്പിംഗ് റിസർവ് രണ്ടാമത് നമ്മൾ പറഞ്ഞു, സെക്യൂറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി മൂന്നാമത്തെ പോയിന്റ്, to operate the currency and credit system of the country to its advantage. ഇതൊക്കെ തന്നെ ആരുടെ ജോലിയാ? RBIയുടെ ജോലിയാണെന്ന് പ്രിയാമ്പിളിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത കാര്യം ഇപ്പൊ ഇത്രയും പറഞ്ഞതിനകത്ത് ഇല്ലാത്തത് ഏതാ? ഈ ഒരു ഡെപ്പോസിറ്ററിയുടെ ഓപ്പറേഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ഇതുവരെ പറഞ്ഞോ? ഇല്ല. ഡെപ്പോസിറ്ററികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നില്ല. ഇനി ബാക്കിയും കൂടെ നോക്കാം. ഫങ്ഷൻസ് ആസ് ദി സെൻട്രൽ ബാങ്കിങ് അതോറിറ്റി ഇൻ ഇന്ത്യ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ആക്ട് ടു ഓപ്പറേറ്റ് ദ കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് കൺട്രി ടു ഇറ്റ്സ് അഡ്വാൻറ്റേജ്. സെൻട്രൽ ബാങ്ക് അതോറിറ്റി ഇന്ത്യയുടെ അതായിട്ട് ആക്ട് ചെയ്യുന്നു. ആക്ട് ആസ് എ റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ റെഗുലേറ്റർ ആയിട്ടും സൂപ്പർവൈസർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നു. ഇൻക്ലൂഡിംഗ് ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലായിടത്തും അല്ലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സൗണ്ട് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ assume the responsibility of managing the exchange rate of the Indian rupee to promote external trade and payment, develop and maintaining a secure and efficient payment and settle system within the country, work towards achieving the objectives of economic policy including price stability, employment generation, growth as may be assigned to it by the government. Government പറയുന്ന അസൈൻ ചെയ്യുന്ന ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, പ്രൈസ് സ്റ്റെബിലിറ്റി, ഇതെല്ലാം എക്കണോമിക് പോളിസി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ജോലിയും ആരുടെയാണ്? RBIയുടെ ആണെന്ന് പ്രിയാമ്പിളിൽ പറയുന്നു. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ് ഇവിടെ തന്നെ കിടപ്പുണ്ട് അല്ലെ. ഫസ്റ്റ് പാർട്ടിൽ തന്നെ കിടപ്പുണ്ട്.
എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 2, 3, 5 ഇത് 3 സോറി ഇത് 4 ശരിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എല്ലാ സബ്ജക്റ്റും ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.